ചുരുട്ടാ ഇവിടെയാണ് കടിച്ചത്. ഇവിടെ അമ്മ കടിച്ചേ? ഇവിടെ അവിടെ കടിച്ചല്ലേ? അല്ല, ഹോസ്പിറ്റലിലൊന്നും പോയത്തില്ല. കാലിൽ നടുസൊണ്ടറിൽ ഒരു കെട്ട് കെട്ടിയിട്ട് നേരെ ആറ്റിപ്പോയി കുളിച്ച് ഒരു കെട്ട് വിറവ് എടുത്തും കൊണ്ടുവന്നു അമ്പലത്തിൽ കയറി. നമസ്കാരം. നിൽക്കുന്നത് അച്ഛൻ കോവിലുള്ള ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണ്. വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ദിനം പ്രതി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. വിഷപ്പാമ്പിന്റെ കടിയേറ്റ് വരുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ കയ്യിലുള്ള ചന്ദനവും തീർത്ഥവും കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. പാമ്പ് കടിച്ച ഉടനെ അമ്പലത്തിലെ പുണ്യവെള്ളവും തീർത്ഥവും തരും, ചന്ദനവും തരും, തുളസി ഇലയും തരും. അത് കഴിച്ചും കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കണം. എത്ര ദിവസം ഇരിക്കണം? ചിലപ്പം കാലിൽ നീരുണ്ടെങ്കിൽ 3 ദിവസം ഇരിക്കണം. നിരവധി ആൾക്കാർക്ക് മാറിയിട്ടുണ്ടോ? പിന്നെ എന്റെ കാലിൽ ചുരുട്ട അടിച്ചില്ല. ഏത് കാലിലമ്മേ? ഈ കാലില്. ഈ കാലിൽ ചുരുട്ട കടിച്ചതല്ലേ? ഈ വിരലില്. അയ്യോ, 3 ദിവസം ഇരുന്ന് 4ന്റെ അന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു. പിന്നെ 7 ദിവസം വന്ന് മീനൊന്നും കൂട്ടാൻ പാടില്ല, മീനും ഇറച്ചി ഒന്നും ആഹാരം കഴിക്കാൻ പാടില്ല. പിന്നെ വന്ന് പിന്നെ പുണ്യവെള്ളവും വീടടുത്തായോണ്ട് വന്ന് നമ്മൾ തീർത്ഥവും എല്ലാം മാച്ച് കഴിച്ച് വീണ്ടും അങ്ങ് പോകണം. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വന്നായിരുന്നു. അങ്ങനെ പാമ്പ് കടിയേറ്റ് നിരവധി ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. 2-3 വർഷമായാലും ഇവിടെ വരുന്നുണ്ട്. കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ ഇതിപ്പം ചൊറി വന്നതാ. എന്റെ ഇവിടെയാണ് കടിച്ചത്. ഇവിടെ അമ്മ കടിച്ചേ? ഇവിടെ. അവിടെ കടിച്ചല്ലേ? എന്തോ കടിച്ചേ? ചുരുട്ട കടിച്ചല്ലേ? അപ്പോഴെ തന്നെ അമ്മ ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴത്തേനെ ഞാൻ അല്ല, ഹോസ്പിറ്റലിലൊന്നും പോയത്തില്ല. കാലിൽ നടുസൊണ്ടറിൽ ഒരു കെട്ട് കെട്ടിയിട്ട് നേരെ ആറ്റിപ്പോയി കുളിച്ച് ഒരു കെട്ട് വിറവ് എടുത്തും കൊണ്ടുവന്നു. ആറ്റിപ്പോയി വിറവും കൊണ്ടിട്ടിട്ട് ആറ്റിപ്പോയി കുളിച്ചിട്ട് അമ്പലത്തിൽ കയറിയപ്പോഴത്തേനും ഞാൻ ഇതുപോലെ തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു. അത് മാടൻ കോയിലായിരുന്നു ഈ വെള്ളം ഇരുന്നത്. അപ്പോഴത്തേനും ഉടനെ ആ ഒരു വെള്ളം എടുത്തെന്ന് ഉടനെ അമ്പലത്തിലിരിക്കാൻ പറഞ്ഞായിരുന്നു. 3 ദിവസം ഇരുന്നു. 3 ദിവസം ഇരുന്ന് മാറി. പിന്നെ ചുരുട്ട എന്നുള്ള വിഷമുള്ളതോ. എവിടെ നിന്ന് അമ്മ കടിച്ചത്? അത് കാട്ടിൽ വിറകിന് പോയപ്പോ അമ്മ അപ്പം തന്നെ നേരെ പോന്ന് കുളിച്ചിട്ട് ഇഞ്ഞ് പോന്ന് ആറ്റിപ്പോയി കുളിച്ചിട്ട് ഇഞ്ഞ് വന്ന് അമ്പലത്തിൽ. പിന്നെ അന്നേരം തന്നെ കഞ്ഞിയൊക്കെ അവര് നീരൊക്കെ കുറവ് ഉപ്പ് ഒഴിക്കാതെ കഞ്ഞി കുടിക്കണം. പിന്നെ മുരിങ്ങാല വറുത്ത് തിന്നാൻ പറഞ്ഞു. അല്ല, ഉപ്പൊന്നും കുടിക്കൂടാ. ഇല്ല 7 ദിവസം കൂട്ടിയില്ല. നമ്മുടെ വാവാ സുരേഷിനെ അണലി കടിച്ച് മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് ഇന്ന് തീർത്ഥവും ചന്ദനവും കൊടുത്തു വിട്ട് അദ്ദേഹം അതിനുശേഷം ഇവിടെ വന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്ഷേത്രമാണ്. ഇത് രണ്ടും കഴിച്ചപ്പം വളരെ വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ തന്നെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത വിഷകാരിയായ ശാസ്താവ്. പാമ്പ് കടിച്ചിട്ടൊരു ഭക്തൻ ഏത് സമയത്ത് ക്ഷേത്രത്തിൽ വന്നാലും ശ്രീകോവിൽ തുറന്ന് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന അഭിഷേക തീർത്ഥവും തൃക്കൈ ചന്ദനവും മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്നും ആ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ 2 വിശേഷപ്പെട്ട ചടങ്ങുകൾ മറ്റൊരു അമ്പലങ്ങളിലും ഇല്ലാത്തത്, ഒന്ന് കർപ്പം തുള്ളലും, ഒന്ന് രഥോത്സവമാണ്. 9ാം ഉത്സവത്തിന് രാവിലെ ഉത്സവമൂർത്തിയായ മണികണ്ഠമുത്തയ്യനെ രഥത്തിലിരുത്തി 18ാം പടിക്ക് മുന്നിൽ വന്ന് ഭഗവാനെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകാൻ തമിഴരും കേരളത്തിൽ നിലനിർത്താൻ മലയാളികളും പിടിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ് പണ്ട് തൊട്ടേ നടക്കുന്നത്. നമ്മൾ മലയാളികൾ വിടാതിരിക്കുകയും അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. അവസാനം മലയാളികൾ തന്നെ ജയിച്ച്. ഒരിക്കലാണെങ്കിൽ ഈ വനത്തിൽ വന്ന ഒരു ആളെ ഈറ്റ എന്നൊരു വളരെ വിഷമുള്ളൊരു പാമ്പ് തലയ്ക്ക് അടിച്ച്. ആ പാമ്പ് കടിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ തല എൻഡോസൽഫാൻ ചെയ്തതുപോലെ ഈ തല ഒരു സൈഡ് കൊണ്ട് ഒരുപാട് ബഡ്ജ് ചെയ്തായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പോലും ഭയപ്പെട്ടു. പക്ഷേ അയാൾ 3 ദിവസം ഇവിടെ ഇരുന്നതിന് ശേഷം പണിക്ക് പോയി. വളരെ വിശിഷ്ടമായ ഒരു അനുഭവം ഇന്നിവിടെ എല്ലാവർക്കും. പിന്നെ ഭഗവാന്റെ തീർത്ഥക്കണത്തിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി അടുത്ത് വെച്ച് കൊടുക്കും. 5 പൂജയ്ക്കും ആദ്യം ഏത് VIP നിന്നാലും 5 പൂജാ സമയങ്ങളിലും ഈ പാമ്പ് കടിക്കുന്ന ആൾക്കാർക്ക് മുൻഗണന. അതിന് ചേർന്ന് ശംഖ് തീർത്ഥവും പിന്നെ ഈ അഭിഷേകർത്ഥം വെച്ചിരുന്നൊരു വലിയ ശംഖിനകത്താണ്, വെള്ളിയിട്ട് ശംഖിനകത്ത് അതും കയ്യിലിരിക്കും തൃക്കൈ ചന്ദനവും കൊടുക്കും. അത് ഇദ്ദേഹത്തിനാണ് ആദ്യം കൊടുക്കുന്നത്. വന്യമൃഗങ്ങളൊക്കെ എല്ലാ മൃഗങ്ങളും ഈ നാട്ടിലുണ്ടെങ്കിലും ആനയോ കടുവായോ പുലിയോ ഒന്നും മറ്റ് ശല്യങ്ങളില്ല. എല്ലാം ഈ നമ്മുടെ മറ്റ് സ്ഥലങ്ങളെക്കാളും ഉണ്ടെങ്കിലും അതെല്ലാം മനുഷ്യരുമായിട്ട് സഹകരിച്ച് പോകുന്ന രീതിയിലാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ല.